ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യുന്നത് ഒരു ഹാബിറ്റായിട്ട് തോന്നാറുണ്ടോ? അതിൻ്റെ ആഫ്റ്റർ എഫക്ട്സ് ചിലപ്പോൾ നിങ്ങളുടെ ശരീരത്തിന് മനസ്സിലാവുണ്ടാവും. രാത്രി ഓൾറെഡി ഫാസ്റ്റിംഗ് കഴിഞ്ഞിട്ടാണ് നമ്മളെ ബോഡി എണീക്കുന്നത്. അതിനുശേഷം ബ്രേക്ക്ഫാസ്റ്റ് പിന്നെ സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ചിലവർക്ക് എനർജി കുറയും, ഫോക്കസ് കുറയും, പിന്നെ ഉച്ചയൊക്കെ ആകുമ്പോൾ നല്ലപോലെ ഫുഡ് കഴിക്കാനുള്ള തോന്നലും വരും. ചിലർക്ക് വെറും വയറ്റിൽ ഒരുപാട് നേരം സ്പെൻഡ് ചെയ്യുമ്പോൾ അസിഡിറ്റി അല്ലെങ്കിൽ ബ്ലോട്ടിങ്ങിൻ്റെ ഇഷ്യൂസ്, സ്റ്റൊമക്ക് ഡിസ്കംഫേർട്ട് ഒക്കെ സംഭവിക്കാറുണ്ട്. പക്ഷേ എല്ലാവരുടെ ബോഡിയും ഒരുപോലെ അല്ല. നിങ്ങൾക്ക് സ്ഥിരമായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യുകയും ഇതുപോലത്തെ സിംറ്റംസ് ഒക്കെ ഉണ്ടാവുകയും ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മോർണിംഗ് റൊട്ടീൻ ഒന്ന് മാറ്റുന്നത് നല്ലതായിരിക്കും. ഹെൽത്തി ഡൈജഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ അങ്ങനെ വലിയ സീക്രട്ട് ഒന്നുമില്ല. നല്ലപോലെ ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു മീൽസ് കഴിക്കുക, അല്ലെങ്കിൽ ധാരാളമായിട്ട് വെള്ളം കുടിക്കുക, ഉറക്കം മെയിൻറ്റെയിൻ ചെയ്യുക. പിന്നെ ബ്ലോട്ടിങ് പോലത്തെ ഇഷ്യൂ ഒക്കെ വന്നാൽ നമ്മൾ കോമൺ ആയിട്ട് വീട്ടിൽ യൂസ് ചെയ്യുന്ന ഇഞ്ചി, പിപ്പല്ലി, അതുപോലെ തന്നെ വെളുത്തുള്ളി, ഇതൊക്കെ യൂസ് ചെയ്യുക. ടൈം ടെസ്റ്റഡ് ആയിട്ടുള്ള ഈ ഹെർബ്സുകളൊക്കെ ഉപയോഗിച്ചിട്ടുള്ള ഒരു ഫോർമുലേഷനാണ് നമ്മുടെ അമിനോഹിറ്റ് ആൻറ്റാസിഡ്. വെയിറ്റ് ലോസിന് വേണ്ടിയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്താൽ മതി എന്ന് കരുതി സ്ഥിരമായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യുന്ന ആളാണ് നിങ്ങൾ. ഷെയർ യുവർ എക്സ്പീരിയൻസ്.